ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പട്ടായിലേക്കാണ് യാത്ര വന്നത്. രാവിലെ പിന്നെ ഒരു 6 മണിയായപ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ. അപ്പം പട്ടായിലേക്കാണ് യാത്ര. അവിടെ എത്തിയിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ.
നമ്മൾ പിന്നെ ബീച്ച് യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടൽ റൂമല്ല, നമ്മളൊരു വില്ലയാണ് എടുത്തിന്. അപ്പോൾ ആ വില്ലയിലേക്ക് പോവാം. അവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വില്ലയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി വില്ലയാണ്. എന്താ പറയുക, എല്ലാം ഒരേ മോഡലിലുള്ള വില്ലകൾ വരിവരിക്കായിട്ട് ഒരേ കളർ, ഒരേ ഷേപ്പ്, ഒരേ ഡിസൈൻ ഒക്കെ ഒരേപോലെയുള്ള നല്ല അടിപൊളി 2 നിലയായിട്ടാണ് വില്ല വരുന്നത്. അപ്പം ഇത് നമ്മളെ വണ്ടിയാണ്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇതിൽ മുന്നേ നല്ല മഴയും കാറ്റും ഒക്കെ വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ അത് കാറ്റ്, നല്ല കാറ്റടിക്കുന്നു. ഗൈസ്, പട്ടായിൽ വന്നിട്ട് ഭയങ്കര മഴ ഗൈസ്. സെക്കൻഡ് ഫ്ലോറിലുള്ള ഒരു റൂമാണ് കേട്ടോ. ആ റൂമിൽ 2 ബെഡുണ്ട്. ഇത് താഴെ റൂമിലുള്ള ഒരു ബെഡും അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് പൂളും ഉണ്ട്. നോക്കാം. അപ്പം എന്താണ്, കുട്ടികളൊക്കെയായി വരുന്നവർക്ക് കളിക്കാനും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ. ഫാമിലിയായിട്ട് വരുന്നവർക്കൊക്കെ പൂളിൽ കളിക്കാനാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. മാവിയ ഫൺ പൂൾ വില്ല എന്നാണ് വില്ലേൻ്റെ പേര്. ഇതാ കുട്ടികൾ കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മഴ പെയ്യുമോ നോക്കിയിട്ട് പൂളിൽ ഇറങ്ങാൻ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനല്ല, അടിപൊളിയാ. മേലെ 2 റൂമിലും ഇനി നമുക്ക് തന്നെ കുക്ക് ചെയ്യാനാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ ഒക്കെ ഉണ്ട്. സെറ്റാണ്. മേലത്തെ ഒരു റൂമിൽ നോക്കുമ്പോൾ പൂള് കാണും. പക്ഷേ മേലൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇരിക്കാനും ഒക്കെ നല്ല സുഖമാണ്. അപ്പം തന്നെ റൂമാണ്, 2 ബെഡുണ്ട്, AC ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല ഭംഗിയുള്ള കല്ല്. അങ്ങനെ മഴ പെയ്യുക. നല്ല മഴയാണ്. മഴയാണെങ്കിലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ ഒന്ന് മഴ കുറച്ച് ആയപ്പോൾ ഇതാ നല്ല കളിയാണ് ഇറങ്ങിയിട്ട്. അങ്ങനെ നമ്മളൊരു ചായ ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ച് ചായ വെച്ചിട്ട് കുട്ടികളെല്ലാം നല്ല കളി വിചാരിച്ചു ചായ ഉണ്ടാക്കാം. കുട്ടിക്ക് പാല് മാറ്റി വെച്ച് നമ്മൾ കോഫി ഉണ്ടാക്കി. അപ്പം രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ചിക്കനും റൈസുമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ടുണ്ട് ഷവർമ്മയൊക്കെ വാങ്ങി സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ട് വരാം. കുട്ടികളവിടെ നല്ല കളി തന്നെയാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കട്ടെ. हाँ मॉडल आएगा, उसमें कलर है वो। मेरे को फोटो बस दिखाएगा तो उसको
അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഒരു എഗ് ബുൾസയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. റൈസ്, ചിക്കനും എഗ്ഗുമാണ്. നമ്മൾ റൈസും ഒക്കെ ആയിട്ടുണ്ട്. രാത്രിക്കത്തെ ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയത്. കപ്പോക്കായി എന്ന് പറയുന്നൊരു തായ് ഡിഷാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ഫസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് നമ്മൾ സ്വന്തമായിട്ട്. അപ്പം എഗ് ബുൾസയും ഉണ്ട്. അപ്പം നമ്മൾ രാത്രിക്കത്തെ ഫുഡ് എല്ലാവരും കൂടി ഇരുന്നൊന്ന് കഴിക്കും. അപ്പോൾ എല്ലാവരും കളിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇതാ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ. റൂമൊക്കെ വെക്കിയിട്ട് ഒരു 11 മണിയായപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഒരു കഫേയാണ്, ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ പോയി നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത്. ഒരു സൈഡിൽ റെസ്റ്റോറൻറ്റും ഒരു സൈഡിൽ കഫേ ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ കഫേയിലേക്ക് പോവുകയാണ്. ഒരു റെസ്റ്റോറൻറ്റും കഫേയും കൂടി ആയിട്ടാണ്. ഒരു സൈഡിൽ റെസ്റ്റോറൻറ്റും ഒരു സൈഡിൽ കഫേയാണ്. അപ്പം ഇവിടെ നല്ല ഡെസേർട്ടൊക്കെ ഉണ്ട്. ഒരു കല്ല് കൊണ്ട് കെട്ടിയതാണെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്കാണ് കയറുമ്പോൾ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു നല്ല കല്ലിൻ്റെ ഒരു സ്റ്റോണിൻ്റെ ഒരു ഇതൊക്കെ. കുലോപ്പിയ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് നല്ല 3D ചിത്രങ്ങൾ വരച്ച് വെച്ചിന് നല്ല അടിപൊളിയാണ്. അവിടെ കയറി കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓ സെറ്റ്. കയറിയ സമയത്ത് ആരുമില്ലെങ്കിലും കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നിറച്ചു ആൾക്കാരായിട്ടോ. കുറേ ഇംഗ്ലീഷുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ കിട്ടാൻ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ചെയ്ത 2-3 സാധനം കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ഡെസേർട്ടൊക്കെ തരാനുണ്ട് അവർ. അപ്പോൾ 1 by ആയിട്ടാണ് കിട്ടുക. അങ്ങനെ നമ്മൾ ഡെസേർട്ടൊക്കെ കഴിച്ച് നമ്മളങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ പട്ടായിൽ നിന്ന് നമ്മൾ ബാങ്കോക്കിലേക്ക് പോവുകയാണ്, നമ്മളെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.